എൻ്റെ പേര് റവറൻ പ്രസാദ് വി കുഴിയത്ത്. മാർത്തോമ സഭയിലെ ഒരു പട്ടക്കാരനാണ്. ഞാൻ ഇപ്പോൾ തിരുവല്ലയിൽ താമസിക്കുന്നു. എന്നാൽ എൻ്റെ 50 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ധാരാളം ഇടവകളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുന്നംകുളം, ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ ഇടവക. ആ ഇടവകയിൽ പ്രവർത്തിക്കുവാൻ ചെന്നപ്പോഴാണ് എനിക്ക് അവിടുത്തെ ഒരു വലിയ നിധി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിധിയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിച്ചത്. സാധാരണ ക്രൈസ്തവ ഗാന മണ്ഡലത്തിലെ വളരെയേറെ സുപരിചിതങ്ങളായ ധാരാളം പാട്ടുകളുടെയൊക്കെ ഉടമയായ, പാട്ടുകൾ എഴുതിയ ശ്രീ PV തൊമ്മി ഉപദേശി ആ നാട്ടുകാരനാണെന്നും ആ ഇടവക്കാരനായിരുന്നു എന്നും എനിക്ക് അവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ, ഇങ്ങനെ ഒരു വലിയ മഹാനായ മനുഷ്യനെ എന്തുകൊണ്ട് മലയാള സാഹിത്യ മണ്ഡലവും പ്രത്യേകിച്ച് സംഗീത ലോകവും തിരിച്ചറിയാൻ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ല എന്നത് എനിക്ക് അതിശയം തോന്നി. ആ ഇടവകയിൽ തന്നെ അദ്ദേഹം തലമുറകൾ പലത് കഴിഞ്ഞതുകൊണ്ടാവാം അദ്ദേഹം ഒരു പരിചിതനായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ അന്വേഷണങ്ങൾ നടത്തി. അദ്ദേഹത്തെ കൂടുതലായി മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഞാൻ പല ഇടങ്ങളിൽ പല വിധത്തിൽ പലതരത്തിലുള്ള അന്വേഷണവും ഗവേഷണവും ഒക്കെ ഞാൻ നടത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വല്ലാത്ത മതിപ്പും അതിശയവും തോന്നി. അത്ര വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അദ്ദേഹം എന്നും ചരിത്രത്തിൽ പരിലസിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രവർത്തിക്കാത്ത ഒരു മണ്ഡലവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹം വലിയൊരു ഗാനരചയിതാവായിരുന്നു. അദ്ദേഹം വലിയൊരു പ്രസംഗകനായിരുന്നു, ഒരു ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ധാരാളം എഴുതുകയും മാസിക സ്വന്തമായി നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായ വ്യക്തിയായിരുന്നു. അവിടെയുള്ള സാധാരണക്കാരെയൊക്കെ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങളിൽ ഒപ്പം നിൽക്കുവാനും അദ്ദേഹത്തിന് വളരെയേറെ സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ഇപ്പോൾ അവിടെ അങ്ങനെ ആരുമില്ല. അദ്ദേഹത്തിന് ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകളുടെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. അതായത് അദ്ദേഹത്തിൻ്റെ 38ാമത്തെ വയസ്സിൽ 1919 ജൂലൈ മാസം 10-ാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ആ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അതിശയകരമായ വിധത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വലിയ അതിശയം തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ആലുവയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുമകനുണ്ട് എന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ ചെല്ലുകയും അവരുമായിട്ടൊക്കെ സംഭാഷിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആലുവയിലെ ആ സാറ് തന്നെ അദ്ദേഹത്തിന് തന്നെ വേണ്ട വിധത്തിൽ അറിയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നല്ലാതെ അതിനപ്പുറത്ത് അദ്ദേഹത്തിനും കൂടുതലായൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുമകളുടെ മകനാണ് പവർ വിഷൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ എബ്രഹാം. അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ വളരെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചുള്ളൂ. അവരെല്ലാം കൂടെ കൂട്ടി ഒരിക്കൽ ഞാൻ ഇതിനൊരു തൊമ്മി സന്ധ്യ എന്ന പേരിൽ
ഒരു വലിയ പ്രോഗ്രാം നടത്തുകയുണ്ടായി. അപ്പോഴാണ് നമ്മുടെ പള്ളിക്കാർ പോലും ഇടവക്കാർ പോലും ഇത് നമ്മുടെ ദേശക്കാരനാണ് എന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ സംസ്കരിച്ച ഇടം ഇടവക്കാർക്ക് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു കോളറ ബാധിതനായിട്ടാണ് മരിച്ചത്. 1919 ആ ദേശം മുഴുവനും കോളറ പടർന്നു പിടിച്ചു. അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ആ രോഗം അദ്ദേഹത്തെയും കയറി പിടിച്ചു. ആ രോഗം കാരണം അദ്ദേഹം മരിച്ചു. കോളറ ബാധിച്ച എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് അവിടെ അടക്കുകയായിരുന്നു. അതിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് എടുത്തൊന്നും വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു കല്ലറ അദ്ദേഹത്തെ ഏകദേശം അടക്കിയ ആ സ്ഥലത്ത് ഒരു കല്ലറ പണിയിച്ചു. ആ കല്ലറ ഇപ്പോഴുണ്ട്. കുറഞ്ഞ വർഷം പി വി തൊമ്മി ഉദ്ദേശി ഈ പ്രദേശത്താണ് ശയിക്കുന്നതെന്ന്, അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് പിന്നീടുള്ള പഠിതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയ പാട്ടുകാരനായിരുന്നു. അദ്ദേഹം ഒരു പാട്ടുപുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഗീതങ്ങൾ എന്ന പേരിൽ അദ്ദേഹം 145 പാട്ടുകളടങ്ങുന്ന ഒരു പുസ്തകം അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ ഒരു നല്ല സംഖ്യയുണ്ടായിരുന്നു. ആ പാട്ടുകളൊക്കെ തന്നെ വളരെ സുപരിചിതമായ പാട്ടുകളാണ്. ഞാൻ ആ പാട്ടുകളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന നല്ല പാട്ടുകൾ, വളരെ പ്രസിദ്ധങ്ങളായ പാട്ടുകൾ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ അന്ന് കൂടെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കുന്നംകുളത്ത് പ്രവർത്തിച്ച വേറൊരാളാണ് ജർമ്മൻ സായിപ്പ് ആയിരുന്ന വി നാഗൽ സായിപ്പ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും നമുക്കറിയാമല്ലോ. അദ്ദേഹവും വളരെ മനോഹരമായി പാട്ടുകൾ എഴുതുകയും പ്രസംഗിക്കുകയും ബാസൽ മിഷൻ്റെ വലിയൊരു മിഷണറിയായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് തുടങ്ങുന്ന ആ പാട്ടൊക്കെ അദ്ദേഹം എഴുതിയതാണ്. ആ പാട്ടുകളും ആദ്യം പ്രസിദ്ധീകരിച്ചത് പി വി തൊമ്മി ഉദ്ദേശിയുടെ പുസ്തകത്തിലാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു കൂട്ടുകെട്ട് ആ സമയത്തുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു ടി ജെ വർക്കി ആശാൻ, ഇദ്ദേഹത്തോടു കൂടെ പ്രവർത്തിച്ച ഒരാളാണ്. വർക്കി ആശാൻ മല്ലപ്പള്ളിക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഇവരെ നല്ലൊരു കൂട്ടം ഉണ്ടായിരുന്നു. ഇദ്ദേഹം തമിഴ് നന്നായി പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മാരാമൺ കൺവെൻഷനിൽ തമിഴ് പ്രസംഗകർ വന്നാൽ പി വി തൊമ്മി ഉദ്ദേശിയാണ് അത് ഭാഷാന്തരം ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം നല്ലവണ്ണം പാട്ടെഴുതുകയും പാടുകയും ചെയ്തിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു. ഇദ്ദേഹം അതുപോലെ തന്നെ ഈ പലയിടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്തു. താൻ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഒരു അധ്യാപകനായിട്ട് പഴഞ്ഞി സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി പ്രവേശിച്ചു. അവിടെ കുറേ നാൾ പ്രവർത്തിച്ചു. 4 കൊല്ലം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതല്ല എൻ്റെ വേല, എൻ്റെ രംഗം സുവിശേഷ വേലയാണ്. അതുകൊണ്ട് ഞാൻ ഇത് വിടുന്നു. പൂർണ്ണ സുവിശേഷ വേലയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അങ്ങനെ പൂർണ്ണ സുവിശേഷ വേലയിൽ പ്രവേശിച്ചപ്പോൾ ആ പള്ളിയിലെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഇദ്ദേഹത്തെ അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചു. അതിനുശേഷം അഭിവന്യ ടൈറ്റസ് സെക്കൻഡ് മാർത്തോമാ മെത്രാപ്പൊലിത്തായുടെ ഒരു അനുമതി വാങ്ങിച്ച് ഇദ്ദേഹത്തെ തൃശ്ശൂർ, പെരുമ്പാവൂർ ആദിയായ സ്ഥലങ്ങളിലേക്ക് അയച്ചു. അതുകൊണ്ട് തന്നെ വടക്കൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ മിഷണറി ആരാണെന്ന് ചോദിച്ചാൽ അത് പി വി തൊമ്മി ഉദ്ദേശിയാണ്. അപ്പോൾ പി വി തൊമ്മി ഉദ്ദേശി അവിടെ കുറേ നാൾ പ്രവർത്തിച്ചു. 2 കൊല്ലത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ സ്വദേശത്തേക്ക് വരികയുണ്ടായി. തൃശ്ശൂരിൽ ഈ കൽതായ സഭയിൽ നിന്ന് കുറേ ആളുകൾ മർത്തമ സഭയിലേക്ക് വന്നു. അപ്പോൾ അവരെ ശരിയായി വേദോത്സവം പഠിപ്പിക്കുവാനും അവരെ സഭയുമായി യോജിപ്പിച്ച് നിർത്താനും പി വി തൊമ്മി ഉദ്ദേശി ചെയ്ത ശുശ്രൂഷ എന്നും ശ്ലാഘനീയമായ ഒരു സംഗതിയാണ്. അദ്ദേഹം
അതിനുശേഷം തൻ്റെ ദേശത്ത് തന്നെ വളരെ നന്നായി പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ പ്രവർത്തിച്ച് വരവെയാണ് അദ്ദേഹം പാട്ടുകൾ എഴുതുന്നതും അദ്ദേഹം മറ്റ് സാഹിത്യ സംഭാവനകൾ നിർവഹിച്ചതും. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വെൺമഴു എന്ന പേരിൽ ഒരു മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹമാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില മാസികകളിൽ സ്ഥിരമായി അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ തന്നെ വളരെ പ്രസിദ്ധങ്ങളായ പാട്ടുകളായിരുന്നു. അതിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത പാട്ടുകളൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് പാടാത്ത ഏത് ഭവനമാണുള്ളത്? ഒരു വിവാഹത്തിൻ്റെ സമയത്ത്, ഒരു ഈവൻ മരണത്തിൻ്റെ സമയത്ത് പോലും പാടുന്ന ഒരു പാട്ടാണത്. അത് ഒരു വീട് കൂദാശ നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മംഗളകർമ്മം നടക്കുമ്പോഴൊക്കെ തന്നെ പാടുന്ന ഒരു പാട്ടാണ് എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ എന്ന് തുടങ്ങുന്ന പാട്ട്. എത്ര മനോഹരമായ പാട്ട്! ആ പാട്ടുകളൊക്കെ എല്ലാ ക്രൈസ്തവരുടെയും നാവുകളിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന ഒരു പാട്ടാണ്. അതുപോലെ പാടുന്ന വേറൊരു പാട്ടാണ് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്ന് തുടങ്ങുന്നത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇത് പല രാഗങ്ങളിൽ പാടിയിട്ടുണ്ട്. 4-5 രാഗങ്ങളിൽ പാടിയതായിട്ട് എനിക്കറിയാം. ഇത് പല ഭാഷകളിൽ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്നതും വളരെ സുപരിചിതവുമായ വിശ്വപ്രസിദ്ധമായ ഒരു ഗാനമാണ്. നമ്മുടെ പിന്നണി ഗായകൻ ആയ യേശുദാസ് ഈ പാട്ട് അതിമനോഹരമായ ഒരു രാഗത്തിൽ പാടിയിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അതുപോലെ പാടാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് നോക്കിയാൽ അതിമനോഹരമായി അദ്ദേഹം അത് പാടുന്നുണ്ട്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്നൊക്കെ തുടങ്ങുന്നതാണ്. ഞാൻ പാടിയാൽ യേശുദാസിന് സങ്കടം വരും എന്നതുകൊണ്ട് ഞാനതങ്ങ് വിടുകയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അൻപു തിങ്ങും ദയാപരനേ ഇമ്പമേറും നിൻ പാദത്തിങ്കൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. എത്ര എത്ര ഭാഗ്യം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നിനക്കായൻ ജീവനെ മര കുരിശിൽ വെടിഞ്ഞൻ മകനേ. നമ്മളെ ഹോശാനയ്ക്ക് ശേഷം ക്രൂശിലേക്ക് പോകുന്ന സമയത്ത് ആ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. എന്നാൽ ഹോശാനയ്ക്ക് പാടുന്ന ഒരു പാട്ടാണ് ഹോശന്ന മഹോന്നതന യേശു മഹാരാജനെന്ന്. പല സന്ദർഭങ്ങളിലായി എഴുതിയ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എനിക്ക് എല്ലാം പറയാനിപ്പോൾ പറ്റില്ലല്ലോ, എന്നാലും അദ്ദേഹത്തിൻ്റെ ധാരാളം നല്ല പാട്ടുകൾ. അത് ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം സരളവും ലളിതവുമായ ഭാഷയാണ്, നല്ല രാഗമാണ്. അത് പാടുമ്പോൾ വളരെ നമുക്കെല്ലാവർക്കും ഒരുപോലെ പാടാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ
അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതി, ധാരാളം ലേഖനങ്ങൾ എഴുതി. അതോടൊപ്പം തൻ്റെ സുവിശേഷ വേല നിർവിഘ്നം അദ്ദേഹം തുടർന്നു. സാധാരണക്കാരെ സഹായിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമയങ്ങൾ മുഴുവനും അദ്ദേഹം രാവും പകലുമില്ലാതെ സാധുക്കൾക്ക് വേണ്ടി അദ്ദേഹം സമയം ചെലവഴിക്കുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന പണം മുഴുവനും ഈ സാധുക്കൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരെയും സഹായിച്ച് 1919 പടർന്നു പിടിച്ച ആ കോളറയിൽ അദ്ദേഹവും അതിൻ്റെ ഭാഗമായി. നമ്മൾ ഫാദർ ഡാമിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അദ്ദേഹം കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് കുഷ്ഠരോഗിയായി അവസാനം മൊളോക്കോ ദ്വീപിൽ വെച്ച് മരിച്ചു എന്ന്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു സംശയവും വേണ്ട, അദ്ദേഹം കേരളത്തിൻ്റെ ഫാദർ ഡാമിയനാണ്. കാരണം ആ സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരോടൊപ്പം മരിച്ച ആളാണ്. അവിടെ പള്ളിയിൽ അടക്കുമ്പോഴും അവരൊപ്പമാണ് അദ്ദേഹവും ആയിരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ സാധാരണ വിശേഷിപ്പിക്കുന്നത് മിന്നൽ പിണറിൻ്റെ തേജസ് എന്നാണ്. 38 വർഷക്കാലം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് അദ്ദേഹം എല്ലാ കാലവും ഓർക്കത്തക്ക രീതിയിൽ ചിരപരിചിതനായ ഒരാളായി മാറുകയും പ്രസിദ്ധനായ ഒരാളായി തീരുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചു. 1919 ജൂലൈ മാസം 10-ാം തീയതി അദ്ദേഹത്തെ ഈ രോഗം വല്ലാതെ ഗ്രസിച്ചു. അദ്ദേഹം വീട്ടിൽ തളർന്ന അവശനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏക മകൾ, അവൾ സ്കൂളിൽ നിന്ന് ആരോ പറഞ്ഞതനുസരിച്ച് അവൾ ഓടി വന്നപ്പോൾ വിവശനായി കിടക്കുന്ന ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് മോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, സ്വർഗത്തിലെ അപ്പച്ചൻ നിന്നെ നോക്കിക്കൊള്ളും. അത് പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു. ആ വലിയ തേജസ് പൊലിഞ്ഞു. ആ വലിയ മിന്നൽ പിണർ അവിടെ കത്തി അമർന്നു. ലോകത്തിന് മുഴുവനും ഇന്നും പ്രകാശം ജ്വലിപ്പിക്കുന്ന ഒരു വലിയ മിന്നൽ പിണർ നമുക്ക് ഒക്കെ സംഭാവനയായി ദൈവം തമ്പുരാൻ നൽകി. അദ്ദേഹത്തെ ലോകം എന്നും ഓർക്കേണ്ടതാണ്. സംഗീതമുള്ള കാലത്തോളം, സുവിശേഷമുള്ള കാലത്തോളം, മനുഷ്യസ്നേഹമുള്ള കാലത്തോളം പി വി തൊമ്മി ഉപദേശിയെ നമുക്കൊരിക്കലും വിസ്മരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. തൊമ്മി ഉപദേശിയുടെ പാട്ടില്ലാത്ത ഒരു ഭവനവുമില്ല, ഒരു പാഠപുസ്തകവുമില്ല. അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം, അദ്ദേഹത്തെ നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഗാനശേഖരത്തിലെ ഒരു പാട്ടാണ്. സാധാരണ പാടാറില്ലെങ്കിലും അതിമനോഹരമായൊരു പാട്ടാണ്. അതിൻ്റെ രാഗവും താളവും ഒക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് അത് ഞാൻ ഒരു 2 ചരണം പാടിക്കൊള്ളട്ടെ. യേശുമതിയെനിക്കെന്നേക്കും എന്നേശു മാത്രം മതിയെനിക്കെന്നേക്കും എന്നേശു മാത്രം മതിയെനിക്കെന്നേക്കും. ഏതു നേരത്തുമെൻ ഭീതിയകറ്റി സമ്മോദമോടെ നിത്യം കാക്കുവാൻ, സമ്മോദമോടെ എന്നെ നിത്യം കാക്കുവാൻ, സമ്മോദമോടെ എന്നെ നിത്യം കാക്കുവാൻ. യേശുമതിയെനിക്ക് ചുമതിയെനിക്കെന്നേക്കും എന്നേശു മാത്രം മതിയെനിക്കെന്നേക്കും എന്നേശു മാത്രം മതിയെനിക്കെന്നേക്കും.
ഘോരവൈരിയോടു പോരിടുവതിനു ധീരത എനിക്കു നൽകുവാൻ, നല്ല ധീരത എനിക്കു നിത്യം നൽകുവാൻ, നല്ല ധീരത എനിക്കു നിത്യം നൽകുവാൻ. യേശു മതി എനിക്ക്, സുമതി എനിക്ക്, സുമതി എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ഘോരവൈരിയോടു പോരിടുവതിനു ധീരത എനിക്കു നൽകുവാൻ, നല്ല ധീരത എനിക്കു നിത്യം നൽകുവാൻ, നല്ല ധീരത എനിക്കു നിത്യം നൽകുവാൻ. ക്ഷാമം വസന്തങ്ങളാലെ ലോകമെങ്ങും ക്ഷേമമില്ലാതായി വന്നാലും, ഞാൻ ക്ഷേമമില്ലാത്തവനായി തീർന്നാലും, ക്ഷേമമില്ലാത്തവനായി തീർന്നാലും, യേശു മതി എനിക്ക്, സുമതി എനിക്ക്, സുമതി എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. അത് സാരമില്ല, ആ ഒരു സ്റ്റാൻസ് അങ്ങ് മാറ്റിയാൽ മതി. അല്ല, അത് നല്ല അതിൻ്റെ ഒരു താളമാണ്. തുമ്മി ഉപദേശിയുടെ മറ്റൊരു പ്രസിദ്ധമായ പാട്ട് ഞങ്ങൾ ചേർന്ന് പാടുകയാണ്. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുമ്പാകെ മുറ്റു നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റു നിർത്താൻ കഴിവുള്ളവനെ. മന്നീടത്തിലടിയാർ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു, ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മകൾ ശക്തി നീയേ, നാഥ അന്തികയുള്ള മകൾ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. രക്ഷപ്പെട്ടു.